ദൈവത്തിന് സ്തുതി. വിശുദ്ധ പാദ്രെ പിയോയുടെ ഫീസ്റ്റ് ആചരിക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് ആ വിശുദ്ധൻ്റെ ജീവിത പാതയിലൂടെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കാം. ഇറ്റലിയിലെ ഒരു സാധാ കർഷക കുടുംബത്തിലായിരുന്നു പിയോയുടെ ജനനം. 5-ാമത്തെ വയസ്സിൽ തന്നെ പിയോ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ ബാല്യകാലത്ത് കർത്താവിൻ്റെ പീഡനം സ്വയം അനുഭവിക്കാനായി പിയോ കല്ല് തലയിണയാക്കി കിടന്നിരുന്നു. മെർക്കോണയിലെ കപ്പുച്ചിൻ സന്യാസ സമൂഹത്തിൽ 15-ാം വയസ്സിൽ എത്തിച്ചേർന്ന പിയോ 19-ാമത്തെ വയസ്സിൽ കപ്പുച്ചിൻ സഭയിൽ ചേരുകയും 22-ാമത്തെ വയസ്സിൽ തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു. 1918 സെപ്റ്റംബർ 20-ാം തീയതി കുരിശിന് മുമ്പിലുള്ള പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പഞ്ചക്ഷതമുണ്ടായി. ഈ വാർത്ത നാടാകെ പ്രചരിച്ചതോടെ നാനാ ദിക്കുകളിൽ നിന്നും അദ്ദേഹത്തെ കാണാനും അനുഗ്രഹം തേടാനുമായി ജനപ്രവാഹമുണ്ടായി. തീർത്ഥാടനത്തിന് വന്നവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടു. പല സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുക, ജലത്തിനു മീതെ നടക്കുക, രോഗശാന്തി നൽകുക എന്നിങ്ങനെ പലവിധ അത്ഭുത കഥകൾ പിയോ അച്ഛനെപ്പറ്റി പ്രചരിച്ചു. 1956 അദ്ദേഹം ഹൗസ് ഫോർ ദ റിലീഫ് ഓഫ് സഫറിംഗ് എന്ന ആശുപത്രി സ്ഥാപിച്ചു. 1968 സെപ്റ്റംബർ 23-ാം തീയതി 81-ാമത്തെ വയസ്സിൽ പാദ്രെ പിയോ മരിച്ചു. 1920 അദ്ദേഹം സ്ഥാപിച്ച പ്രാർത്ഥനാ സംഘത്തിൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 400,000 അംഗങ്ങളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ഹൗസ് ഫോർ റിലീഫ് ഓഫ് സഫറിംഗ് എന്ന ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ 7 വയസ്സുള്ള മകനുണ്ടായ അത്ഭുതകരമായ രോഗശാന്തി പിയോ അച്ഛൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടായതാണ്. 2000-ാം ആണ്ട് ജൂൺ 20-ാം തീയതി മാത്തിയോ എന്ന ഈ ബാലനെ മെനജറ്റീസ് ബാധിച്ച് അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ICUവിൽ പ്രവേശിപ്പിച്ച ബാലൻ്റെ എല്ലാ അവയവങ്ങളും തകരാറിലായതായി കണ്ടെത്തി. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ബാലൻ്റെ ശരീരത്തിൽ ജീവൻ്റെ എല്ലാ ലക്ഷണങ്ങളും അപ്രത്യക്ഷമായി. പക്ഷേ അന്നു രാത്രി മാത്തിയോയുടെ അമ്മ കപ്പൂച്ചിൻ സന്യാസ ആശ്രമത്തിൽ ഏതാനും സന്യാസികളോടൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കുട്ടിയുടെ സ്ഥിതി ഭേദമായി തുടങ്ങി. ദീർഘമായ അബോധാവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ കുട്ടി തൻ്റെ അടുത്ത് വെളുത്ത താടിയും തവിട്ടു നിറത്തിലുള്ള ഉടുപ്പും ധരിച്ച ഒരാൾ വന്നെന്നും നിന്റെ രോഗം ഉടനെ ഭേദമാകുമെന്ന് തന്നോട് പറഞ്ഞുവെന്നും അറിയിച്ചു. 2001 ഡിസംബർ 20-ാം തീയതി നാമകരണത്തിന് വേണ്ടിയുള്ള വത്തിക്കാൻ തിരുസംഘവും ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയും ഇത് അത്ഭുതമാണെന്ന് അംഗീകരിച്ചു. 2002 ജൂൺ 16-ന് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ദൈവത്തിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ദൈവത്തിന് സ്തുതി.